ഇറാൻ യുദ്ധം ഒരു പടി കൂടി കടന്ന് ഇന്ത്യൻ പൗരന്മാരുടെ ജീവനെടുക്കുന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു. വെടിനിർത്തലിന്റെ സൂചനകൾ പലപ്പോഴും ഉയർന്നു വന്നിരുന്നെങ്കിലും അതൊന്നും ഇതുവരെയും പ്രാവർത്തികമായില്ല. ഒടുവിൽ ഇന്ത്യൻ നാവികരുടെ ജീവനെടുക്കുന്ന രീതിയിലേക്ക് യുദ്ധം വളർന്നു കഴിഞ്ഞു. ഒമാൻ ഉൾക്കടലിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന MT സെറ്റബെല്ലോ എന്ന വാണിജ്യ ടാങ്കറിന് നേരെ US സൈന്യം നടത്തിയ ആക്രമണത്തിലാണ് 3 ഇന്ത്യൻ നാവികർക്ക് ജീവൻ നഷ്ടമായത്. ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്ന മലയാളികൾ ഉൾപ്പെടെയുള്ള പ്രവാസികൾ യുദ്ധ സാഹചര്യങ്ങളുമായി ഇതിനോടകം പൊരുത്തപ്പെട്ട് കഴിഞ്ഞതാണ്. യുദ്ധം വരുമ്പോഴുണ്ടാകുന്ന വിലവർധനവും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും നമ്മൾ ഒരുവിധം സഹിച്ചേക്കാം. പക്ഷേ ഇന്ത്യക്കാരുടെ നേരെ അമേരിക്ക നടത്തിയ ഈ ആക്രമണം വെറും ഒരു അബദ്ധമല്ല. സംഭവം വാർത്തയായതോടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയെ ഫോണിൽ വിളിച്ച് ഇന്ത്യയുടെ കടുത്ത വിയോജിപ്പ് അറിയിച്ചിട്ടുണ്ട്. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാനാകില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി കഴിഞ്ഞു. യുദ്ധത്തിൽ പങ്കെടുക്കാതെ അതിന്റെ ഇരയായി മാറിയ ആ പാവം മനുഷ്യരുടെ ജീവൻ അമേരിക്കൻ സൈന്യം കവർന്നെടുത്തത് ഇന്ത്യക്കാരുടെ ഒന്നാകെ ആത്മാഭിമാനത്തിനേറ്റ വലിയൊരു പ്രഹരമാണ്. യുക്രൈൻ യുദ്ധം കൊടുമ്പിരിക്കൊണ്ട സമയത്ത് നമ്മുടെ കുട്ടികളെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാൻ മണിക്കൂറുകളോളം യുദ്ധം നിർത്തിവെപ്പിച്ച ചരിത്രമുള്ള രാജ്യമാണ് നമ്മുടേത്. അതുപോലെ യമനിലും സുഡാനിലും നമ്മൾ ആ കരുത്ത് ലോകത്തിന് കാണിച്ചു കൊടുത്തതാണ്. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ വെറുമൊരു രാജ്യമല്ല, അവരുടെ ഏറ്റവും വലിയ വാണിജ്യ വിപണികളിൽ ഒന്നാണ് ഇന്ത്യ. പ്രതിരോധ ഇടപാടുകൾ ഉൾപ്പെടെ കോടിക്കണക്കിന് ഡോളറിന്റെ കച്ചവടമാണ് നമുക്ക് അവരുമായുള്ളത്. ആ വലിയൊരു സ്വാധീനം ഉപയോഗിച്ച് അമേരിക്കയ്ക്ക് മേൽ ശക്തമായ സമ്മർദ്ദം ചെലുത്താൻ ഇന്ത്യ തയ്യാറാകണം. കൂടാതെ അമേരിക്കൻ സ്ഥാനപതിയെ വിളിച്ചു വരുത്തി ശാസിക്കാനോ നഷ്ടപരിഹാരം ഉറപ്പാക്കാനോ ഇന്ത്യ സന്നദ്ധത കാട്ടണം. ലോകത്തിനു മുന്നിൽ മനുഷ്യാവകാശത്തെക്കുറിച്ച് വലിയ വായിൽ സംസാരിക്കുന്ന ഇന്ത്യയുടെ അഹങ്കാരത്തിനെതിരെ ഇന്ത്യ കൂടുതൽ കടുത്ത നടപടികൾ സ്വീകരിക്കേണ്ടതില്ലേ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? താഴെ കമന്റ് ചെയ്യൂ.